ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വീഡിയോ. കാരണം നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, ഒരുപാട് നമ്മുടെ ഫോളോവേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു വുഡ്. വുഡ് നമുക്കറിയാം, വുഡ് ഇംഗ്ലീഷിൽ ഒരുപാട് ഉപയോഗങ്ങളുള്ള, ഒരുപാട് രീതിയിൽ നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഒരു വേർഡ് കൂടിയാണ് വുഡ്. ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് കമന്റുകൾ വരുന്നത്. വുഡിനെ കുറിച്ച് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ വളരെ വിശാലമായ ഒരു വീഡിയോ ഒന്നല്ല, വളരെ കുറഞ്ഞ ഒരു 6 മിനിറ്റിന്റെ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വലിയൊരു വീഡിയോ ഒന്നും അല്ല, പക്ഷേ വളരെ ഡിഫറെന്റ് ആയിട്ട് വുഡിന്റെ ഒരു 6 ഡിഫറെന്റ് യൂസേജുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, വുഡ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ ഒരു 6 ശൈലിയിൽ, 6 രീതിയിൽ, 6 സാഹചര്യങ്ങളിൽ നമ്മൾ വുഡ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ വണ്ടടിച്ചോ? യെസ്, എന്നാൽ വണ്ടടിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. ശരിക്കും 6 സാഹചര്യങ്ങളിലല്ല, 9ഓളം അല്ലെങ്കിൽ 10ഓളം സാഹചര്യങ്ങളിൽ, 9 എന്തായാലും ഉണ്ട്, 9ഓളം സാഹചര്യങ്ങളിൽ നമുക്ക് വുഡ് ഡിഫറെന്റ് ആയ രീതിയിൽ ഉപയോഗിക്കാം. പക്ഷെ അതൊക്കെ കൂടെ നമ്മൾ ഇവിടെ പറയുന്നില്ല. എനിക്കതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു 6 ടൈപ്പ് മാത്രം ഞാൻ എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ഈ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 6 വ്യത്യസ്തമായ തരത്തില് നമ്മൾ വുഡ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുകയാണ്. ഓക്കെ, 6 വ്യത്യസ്തമായ സാഹചര്യത്തിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിൽ ഒന്നാമതായി നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വുഡ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് പാസ്റ്റ് ഹാബിറ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ്. പാസ്റ്റ് ഹാബിറ്റ്സ്, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. വെറും കഴിഞ്ഞു പോയ കാര്യങ്ങളല്ല, കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നമ്മൾ പതിവായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഓക്കെ, തീർച്ചയായും നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ പതിവായി ചെയ്തിരുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ടു ഉപയോഗിച്ചാൽ പോരെ? യെസ്, മതി. പക്ഷേ അതേ സാഹചര്യത്തിൽ നമുക്ക് വുഡും ഉപയോഗിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവും. നമുക്ക് ചില എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ പറയാണ്, എന്റെ സഹോദരി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കരയുമായിരുന്നു. കുട്ടിക്കാലത്ത് എന്റെ സഹോദരി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കരയാറുണ്ടായിരുന്നു അല്ലെ, കരയുമായിരുന്നു. ഇത് നമ്മൾ പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ അവിടെ വുഡ് ഉപയോഗിക്കുന്ന പറയുന്നത്. ഓക്കെ, ഇതുപോലുള്ള 1-2 എക്സാമ്പിളുകൾ നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും വുഡ് എങ്ങനെയാണ് പാസ്റ്റ് ഹാബിറ്റ്സിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്, ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഇത് തന്നെയായിരുന്നു. എന്റെ സഹോദരി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കരയുമായിരുന്നു. മൈ സിസ്റ്റർ വുഡ് ക്രൈ ബിഫോർ ഗോയിങ് ടു സ്കൂൾ. മൈ സിസ്റ്റർ വുഡ് ക്രൈ ബിഫോർ ഗോയിങ് ടു സ്കൂൾ. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എന്റെ സിസ്റ്റർ കരയുമായിരുന്നു. ഇവിടെ നമ്മൾ വുഡാണ് ഉപയോഗിച്ചത്. ഒന്നുകൂടെ പറയാം, മൈ സിസ്റ്റർ വുഡ് ക്രൈ ബിഫോർ ഗോയിങ് ടു സ്കൂൾ. അതായത് സ്കൂളിൽ പോകുക എന്നുള്ളത് പതിവായ ഒരു കാര്യമാണ്. പണ്ട് കാലത്ത് അങ്ങനെ ചെയ്തിരുന്നതാണ് കൃത്യമായിട്ട്. അപ്പൊ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കരയുക എന്നുള്ള ആ ഒരു കലാപരിപാടി എന്റെ സഹോദരി പതിവായി ചെയ്യുമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ ആള് വലിയ ഉദ്യോഗസ്ഥയൊക്കെയായി. പക്ഷേ പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. ഇവിടെ നമ്മൾ വുഡാണ് ഉപയോഗിച്ചത്. ഇപ്പോ മറ്റൊരു എക്സാമ്പിൾ എങ്ങനെയാണ്, ഞാൻ ദുബായിലായിരുന്ന സമയത്ത് ഞാൻ ദുബായ് മാള് സന്ദർശിക്കുമായിരുന്നു. ഞാൻ ദുബായ് മാൾ സന്ദർശിക്കുമായിരുന്നു. എങ്ങനെ പറയാം, അതെങ്ങനെ പറയാം, when I was living in Dubai. When I was living in Dubai, I would visit Dubai Mall. When I was living in UAE അല്ലെങ്കിൽ ദുബായ്, ഞാൻ ദുബായിൽ ജീവിച്ചിരുന്ന സമയത്ത് I would visit Dubai Mall. ഞാൻ ദുബായ് മാൾ വിസിറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വുഡ് ഉപയോഗിക്കും. ഓക്കെ, നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടണ്ട. ഇത് നമ്മുടെ രണ്ടാമത്തെ ആ ഒരു ഡിഫറെന്റ് ആയ രീതി നമുക്ക് നോക്കാം. വുഡ് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് വിൽ എന്നുള്ള ആ ഓക്സിലറി, മോഡൽ ഓക്സിലറിയുടെ പാസ്റ്റ് ഫോം ആയിട്ട് നമ്മൾ വുഡ് ഉപയോഗിക്കും. ഇതൊരു പക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും. വില്ലിന് പകരം പാസ്റ്റ് ഫോമിൽ വരുന്ന സമയത്ത് നമ്മൾ വുഡാണ് ഉപയോഗിക്കുന്നത് അല്ലെ. യെസ്, പക്ഷെ ഇത് എല്ലായിടത്തും അല്ല. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോ സ്റ്റുഡൻസിനൊക്കെ അറിയായിരിക്കും, അവര് സ്കൂളുകളിലൊക്കെ പഠിക്കുന്നതാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, നമ്മൾ അങ്ങനെയൊന്നും പറയണ്ട. ഇത് ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്
ഓക്കെ, ആ സമയത്ത് നമ്മൾ വലിയ ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വുഡ് ആയിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ മാത്രം നോക്കാം. ഇങ്ങനെയാണ് അത് പറയുന്നത്. ഇപ്പോ ഒരു വാചകം എങ്ങനെയാണ്? രാഹുൽ സെറ്റ് ഐ വിൽ ഹെൽപ്പ് യു. രാഹുൽ സെറ്റ് ഐ വിൽ ഹെൽപ്പ് യു. രാഹുൽ പറഞ്ഞത് എന്താണ്? ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കുമെന്നാണ്. ഇനി അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. രാഹുൽ ടോൾഡ് മീ, രാഹുൽ ടോൾഡ് മീ ഹി വുഡ് ഹെൽപ്പ് മീ. അവൻ എന്നെ സഹായിക്കുമായിരുന്നു എന്ന്, അവൻ എന്നെ സഹായിക്കുമായിരുന്നു എന്ന് രാഹുൽ എന്നോട് പറഞ്ഞു. യെസ്, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് രാഹുൽ പറഞ്ഞ കാര്യമാണ്. നമ്മളത് വേറൊരാളോട് പറയുന്ന സമയത്ത് ഐ വിൽ ഹെൽപ്പ് യു എന്നല്ല പറയുന്നത്. രാഹുൽ ടോൾഡ് മീ, രാഹുൽ എന്നോട് പറഞ്ഞു. ഹി വുഡ് ഹെൽപ്പ് മീ, ഹി വുഡ് ഹെൽപ്പ് മീ, അവൻ എന്നെ സഹായിക്കുമായിരുന്നു എന്ന്. യെസ്, അപ്പൊ ആ വില്ല് അവിടെ വുഡായി മാറിയത് നിങ്ങൾ കണ്ടോ? യെസ്, ഇതുപോലെ ഒരു വാചകം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് മാറും? വില്ലാണ് അവിടെ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വുഡാക്കിയിട്ട് മാറ്റും. അതാണ് നമ്മള് വില്ലിന് പകരം നമുക്ക് വുഡ് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഡിഫറന്റ് ആയ ആ രീതിയിലേക്ക് പോകാം. യെസ്, വുഡ് നമ്മൾ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ സാഹചര്യം. യെസ്, ഇതൊരു പക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ടു മേക്ക് എ പൊളൈറ്റ് റിക്വസ്റ്റ്, ടു മേക്ക് എ പൊളൈറ്റ് റിക്വസ്റ്റ്, വളരെ പൊളൈറ്റ് ആയിട്ട് ഒരു റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കാര്യം ഒരാളോട് വളരെ മാന്യമായ രീതിയിൽ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നതാണ്. ഇത് ഒരുപക്ഷെ നിങ്ങളൊക്കെ പതിവായിട്ട് ചെയ്യുന്നതായിരിക്കും, കേൾക്കുന്നതായിരിക്കും. യെസ്, നമ്മൾ എങ്ങനെയാണ് ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ഒരാളോട് ചെയ്യുന്നത്? വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, ദയവായി എന്നെ ഒന്ന് സഹായിക്കാമോ? യെസ്, വളരെ മാന്യമായ ഒരു റിക്വസ്റ്റ് ആണ് അല്ലെ? വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. ഓക്കെ, ഇപ്പോ നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ഒരാൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്, നമുക്ക് അതിനെ പോവാൻ സാധിക്കും. അപ്പൊ നമ്മൾ അവരോട് വളരെ മാന്യമായിട്ട് പറയാണ്, വുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ, വുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ. ഒന്നങ്ങോട്ട് വിരോധം അല്ലെങ്കിൽ ഒന്നങ്ങോട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ്. ദയവായി ഒന്നങ്ങോട്ട് മാറി നിൽക്കുമോ? വുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ. ഇത് വളരെ മാന്യമായ ഒരു റിക്വസ്റ്റ് ആണ്. വുഡ് യു പ്ലീസ് ലെൻഡ് മീ 1000 rupees tomorrow, വുഡ് യു പ്ലീസ് ലെൻഡ് മീ 1000 rupees tomorrow. നാളെ ദയവായി ഒരു 1000 രൂപ കടം തരാമോ? വുഡ് യു പ്ലീസ് ലെൻഡ് മീ 1000 rupees tomorrow. നാളെ 1000 രൂപ ദയവായി കടം തരാമോ? നമുക്ക് കൊടുക്കാൻ തോന്നുന്നില്ലേ? വളരെ മാന്യമായ രീതിയിലുള്ള ഒരു റിക്വസ്റ്റ് ആണ്. ഇതുപോലെ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, കൂടുതൽ എക്സാമ്പിളുകളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇതുപോലെയൊക്കെ പറഞ്ഞ് പരിശീലിച്ചാൽ മതി. ഇനി നമ്മുടെ നാലാമത്തെ രീതിയിലേക്കാണ് പോകുന്നത്. വുഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ വളരെ മാന്യമായ രീതിയിൽ, വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നതാണ്. സാധാരണ നമ്മൾ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ? പക്ഷെ അതൊക്കെ വളരെ മാന്യമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ വുഡ് ഉപയോഗിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന് റിപ്ലൈ തരാൻ കേൾക്കുന്ന ആളുകൾക്ക് തോന്നും എന്നുള്ളതാണ്. യെസ്, അത്തരത്തിലുള്ള വളരെ മാന്യമായ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി നമ്മൾ വുഡ് ഉപയോഗിക്കും. നമുക്ക് 2-3 എക്സാമ്പിളുകൾ മാത്രം നോക്കാം. ഇപ്പോ നമ്മൾ ഇങ്ങനെ ടൗണിൽ വെച്ച് നല്ല ചൂടുള്ള സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പൊ നമ്മള് ബേക്കറിയിൽ കയറിയിട്ട് ഒരു ജ്യൂസ് എന്തെങ്കിലും കുടിക്കാനുള്ള ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഫ്രണ്ടിനെ കണ്ടു. നമ്മൾ അവനോട് ചോദിച്ചു, നിനക്ക് ഒരു ജ്യൂസ് കുടിക്കണോ? അല്പം ജ്യൂസ് കുടിച്ചാൽ എങ്ങനെയിരിക്കും? ജ്യൂസ് കുടിച്ചാലോ എന്നൊക്കെ നമ്മൾ വളരെ മാന്യമായിട്ട് ചോദിക്കില്ലേ? യെസ്, അത് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? വുഡ് യു ലൈക്ക് ടു ഹാവ് സം ജ്യൂസ്, വുഡ് യു ലൈക്ക് ടു ഹാവ് സം ജ്യൂസ്. ഒരൽപ്പം ജ്യൂസ് കഴിച്ചാലും ജ്യൂസ് കുടിച്ചാലും വുഡ് യു ലൈക്ക് ടു ഹാവ് സം ജ്യൂസ്. യെസ്, അവിടെ ഡു യു വാണ്ട് സം ജ്യൂസ് എന്ന് ചോദിച്ചാൽ മതി. നിനക്ക് ജ്യൂസ് വേണോ? അതും ചോദ്യം തന്നെയാണ്. പക്ഷെ ആ വുഡ് യു ലൈക്ക് ടു ഹാവ് സം ജ്യൂസ് എന്ന് പറയുമ്പോൾ വളരെ മാന്യമായ ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ക്ഷണാണ്. വളരെ മാന്യമായിട്ട് ക്ഷണിക്കുകയാണ്. നമുക്ക് പോയി ജ്യൂസ് അവന്റെ കൂടെ ഇരുന്ന് കുടിക്കാൻ തോന്നുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ചോദിക്കുന്നത്? വുഡ് യു ലൈക്ക് ടു ഹാവ് സം ജ്യൂസ്. ഇതൊരു ചോദ്യമാണ്. ഇതിന്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് എഴുതുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ഇടണം. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഇപ്പോ നമ്മളൊരു സ്റ്റുഡന്റിനോട്, ഒരു കുട്ടിയോട് നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, നിന്റെ പ്രിൻസിപ്പളിന്റെ പേരെന്താണെന്ന് നിനക്കറിയാമോ? നിന്റെ പ്രിൻസിപ്പളിന്റെ പേരെന്താണെന്ന് നിനക്കറിയാമോ? അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരും എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അറിയാമോ എന്നാണ്, അല്ലാതെ നിന്റെ പ്രിൻസിപ്പളിന്റെ പേരെന്താണ് ഇങ്ങനെയല്ല ചോദിക്കുന്നത്. യെസ്, അപ്പൊ നിന്റെ പ്രിൻസിപ്പളിന്റെ പേരെന്താണെന്ന് നിനക്കറിയാമോ? യെസ്, ഇത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. വുഡ് യു നോ ദ നെയിം ഓഫ് യുവർ പ്രിൻസിപ്പൽ? വുഡ് യു നോ ദ നെയിം ഓഫ് യുവർ
പ്രിൻസിപ്പൽ? നിന്റെ പ്രിൻസിപ്പളിന്റെ പേരെന്താണെന്ന് നിനക്ക് അറിയാമോ? വുഡ് യു നോ ദ നെയിം ഓഫ് യുവർ ക്ലാസ് ടീച്ചർ? നിന്റെ ക്ലാസ് ടീച്ചറിന്റെ പേരെന്താണെന്ന് നിനക്ക് അറിയാമോ? ഓക്കെ, അപ്പൊ ഈ രീതിയിൽ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? വുഡ് ഉപയോഗിക്കും. ഇതായിരുന്നു നമ്മുടെ നാലാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്. യെസ്, ഇനി നമ്മൾ അഞ്ചാമത്തെ ആ ഒരു ഡിഫറെന്റ് ആയ രീതിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. യെസ്, വുഡ് നമ്മൾ ഉപയോഗിക്കുന്ന അഞ്ചാമത്തെ സിറ്റുവേഷൻ, ടു മേക്ക് ഡിസയർ ആൻഡ് വിഷസ്. ടു മേക്ക് ഡിസയർ ആൻഡ് വിഷസ്. നമ്മള് നമ്മുടെ ആഗ്രഹങ്ങള്, താല്പര്യങ്ങള് ഇതൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ വുഡ് ഉപയോഗിച്ചിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ പറയുന്നത്. നമ്മുടെ ആഗ്രഹങ്ങള്, താല്പര്യങ്ങള്, വിശ്വസൊക്കെ നമ്മൾ പറയുന്നത് വുഡ് ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ നോക്കാം. ഇങ്ങനെയാണ്. ഇപ്പോ വളരെ രസകരമായ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ പറയുകയാണെങ്കിൽ എനിക്ക് അവളെ ഒന്ന് വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. എനിക്ക് അവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടു മാരി ഹർ. ഐ വുഡ് ലൈക്ക് ടു മാരി ഹർ. അത് അവന്റെ ഒരു ആഗ്രഹം അവൻ പറഞ്ഞതാണ്. അത് അത്യാഗ്രഹമാണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ അവനൊരു ആഗ്രഹം അവൻ പറഞ്ഞെന്നുള്ളൂ. ഐ വുഡ് ലൈക്ക് ടു മാരി ഹർ. ഐ വുഡ് ലൈക്ക് ടു മാരി ഹർ. എനിക്ക് അവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്നുണ്ട്. അത് അവന്റെ ഒരു ആഗ്രഹമാണ്, വിഷാണ്. ഇതുപോലുള്ള ആഗ്രഹങ്ങളും വിശ്വസും പറയാൻ വേണ്ടിയിട്ട്, ഡിസൈറുകളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഇപ്പോ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയാണ്, അവൻ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അയാളുടെ ഒരു ആഗ്രഹം പറഞ്ഞതാണ്, അവൻ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? He would like to do something for the poor. He would like to do something for the poor. പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടി സംതിങ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. He would like to do something for the poor. ഓക്കെ, അപ്പൊ ഇതുപോലെയാണ് ആഗ്രഹങ്ങളും വിശ്വസൊക്കെ നമ്മൾ വുഡ് ഉപയോഗിച്ചിട്ട് പറയുന്നത്. യെസ്, ഇനി നമ്മുടെ ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് ഡിഫറെന്റ് രീതിയാണ് പറയാൻ പോകുന്നത്. യെസ്, നമ്മൾ വുഡ് ഉപയോഗിക്കുന്ന ആറാമത്തെ ഡിഫറെന്റ് ആയ രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. യെസ്, ഇമേജിനറി സിറ്റുവേഷൻസ്. ഇൻ ഇമേജിനറി സിറ്റുവേഷൻസ്. അതായത് ഇപ്പോ ചില നടക്കാത്ത കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭാവനയിൽ നമ്മൾ പറയാറുണ്ട്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു, നിന്റെ സ്ഥാനത്ത് അവനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. ശരിക്കും അത് നടക്കാത്ത കാര്യമാണ്. കാരണം ഇമേജിനറി ആയിട്ടുള്ള സംഭവമാണ്. അത് കഴിഞ്ഞു പോയി. പക്ഷെ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറയാണ്, അല്ലെ? ഇതാണ് ഇമാജിനറി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ അത് റിക്രിയേറ്റ് ചെയ്യാനോ നടക്കാനോ ചാൻസ് ഇല്ല. പക്ഷെ കഴിഞ്ഞു പോയൊരു സംഭവം തന്നെയായിരിക്കും. പക്ഷെ അത് ഇമാജിനറി ആണ്, അല്ലെങ്കിൽ നടക്കാത്ത ഒരു സംഭവമായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അവിടെ വുഡ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഒരാൾ പറയാണ്, എനിക്ക് ജാപ്പനീസ് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ജപ്പാനിൽ പോയിരുന്നു. എനിക്ക് ജാപ്പനീസ് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ജപ്പാനിൽ പോയിരുന്നു. അയാൾക്ക് ജാപ്പനീസ് അറിയില്ല, അതുകൊണ്ട് തന്നെ അയാൾ ജപ്പാനിൽ പോകാനും പോകുന്നില്ല. ഇതാണ് ഇമാജിനറി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതേ സെന്റൻസിനെ നമ്മൾ ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും അവിടെ എങ്ങനെയാണ് വുഡ് ഉപയോഗിക്കുന്നത് എന്ന്. യെസ്, ഇങ്ങനെയാണെന്ന് പറയുന്നത്. യെസ്, ഇങ്ങനെയാണ്. ഇഫ് ഐ നോ ജാപ്പനീസ് ഐ വുഡ് ഗോ ടു ജപ്പാൻ. ഇഫ് ഐ നോ ജാപ്പനീസ് ഐ വുഡ് ഗോ ടു ജപ്പാൻ. എനിക്ക് ജാപ്പനീസ് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ജപ്പാനിൽ പോകുമായിരുന്നു. ഇപ്പോ ഒരാൾ ഇങ്ങനെ പറയാണ്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ സമയം കളയുമായിരുന്നില്ല. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ സമയം കളയുമായിരുന്നില്ല. യെസ്, എങ്ങനെ പറയും? ഇഫ് ഐ വേർ യു, ഇഫ് ഐ വേർ യു, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഐ വുഡന്റ് വേസ്റ്റ് മൈ ടൈം ലൈക്ക് ദിസ്. ഇഫ് ഐ വേർ യു, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഐ വുഡന്റ് വേസ്റ്റ് മൈ ടൈം ലൈക്ക് ദിസ്. ഇതുപോലെ ഞാൻ എന്റെ സമയം നഷ്ടപ്പെടുത്തുമായിരുന്നില്ല, കളയുമായിരുന്നില്ല. ഒന്നുകൂടെ പറയാം. ഇഫ് ഐ വേർ യു, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, നീ ഞാനായിരുന്നെങ്കിൽ, ഞാൻ നീ ആയിരുന്നെങ്കിൽ, ഐ വുഡന്റ് വേസ്റ്റ് മൈ ടൈം ലൈക്ക് ദിസ്. ഞാൻ എന്റെ സമയം ഇതുപോലെ നഷ്ടപ്പെടുത്തുമായിരുന്നില്ല. അവിടെ വുഡ് മാത്രമല്ല പറഞ്ഞത്, വുഡ് പ്ലസ് നോട്ട് ആണ്. വുഡിന്റെ എന്നാണ് പറഞ്ഞത്. നെഗറ്റീവായ രീതിയിൽ നമുക്ക് പറയാം, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ സമയം കളയുമായിരുന്നില്ല. അവസാനമായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം, എന്നിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇങ്ങനെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാൾ ഇങ്ങനെ പറയാണ്, അവൾ എന്നോട് കളവ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ പിരിയുമായിരുന്നില്ല. അവൾ എന്നോട് കളവ് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അവളെ പിരിഞ്ഞു. യെസ്, അവൾ എന്നോട് കളവ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ പിരിയുമായിരുന്നില്ല. അത് പറയുന്നത് ഇങ്ങനെയാണ്. ഇഫ് ഷീ ഹാഡ് നോട്ട് ലൈഡ് ടു മീ ഐ വുഡ് നോട്ട് ഹാവ് ബ്രേക്ക് അപ്പ് വിത്ത് ഹർ. ഇഫ് ഷീ ഹാഡ് നോട്ട്
lied to me, അവൾ എന്നോട് കളവ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ I would not have breakup with her, ഞാൻ അവളെ പിരിയുമായിരുന്നില്ല, ബ്രേക്കപ്പ് ആവുമായി. I would not have breakup with her, ഞാൻ അവളെ പിരിയുമായിരുന്നില്ല, ബ്രേക്കപ്പ് ആകുമായിരുന്നില്ല. യെസ്, അപ്പൊ ഇത്തരം ഇമാജിനറി സിറ്റുവേഷനിൽ നമ്മൾ വുഡ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 6 ഡിഫറെന്റ് ആയ രീതിയിൽ വുഡ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനിയും കൂടുതൽ നമുക്കൊരു 9 തരത്തിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ കൂടെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും, നിങ്ങൾക്ക് ബോറടിക്കും, മനസ്സിലാകാനും പ്രയാസമായിരിക്കും. എന്തായാലും ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ 6 രീതികളും നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളത് പഠിക്കുക, മനസ്സിലാക്കുക, ആ രീതിയിലൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങളുടെ ഡൗട്ടുകളും അഭിപ്രായങ്ങളും കമന്റുകളും ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.